Riya, I am very happy today. How was your day today? Bro, I am very sad today. Oh really? What about that? Today was my seminar. So what happened? I could not present it properly, bro. What is up with that? Make things clear. Stop the car. My house has arrived. I will tell you. Now tell me. What can I say, bro? I did not even have a good video presentation for the seminar. Your presentation yesterday was very good. The 3D video presentation you used was awesome. Everyone loved that 3D video. Really? Thank you. I need to present something good for my next seminar. Can you teach me how to make that 3D video? Please. Sure, I actually learned how to do this from my most favorite YouTube channel, Designer Tips. Let me play that tutorial video here. You should subscribe this channel for creative videos like this. Sure, bro. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു 3D ഷോർട്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ആ ഒരു 3D വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലോട്ടോഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു പ്ലോട്ടോഗൺ AIയുടെ സോഫ്റ്റ്വെയർ മാത്രമല്ല, മൊബൈൽ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈലിനകത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടും ഇതുപോലുള്ള 3D വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതും വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിസൈനിങ് സ്കില്ലിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് അവർ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരെ ഗൂഗിളിലേക്ക് പോകാം. ഇവിടെ വന്ന് നമുക്ക് പ്ലോട്ടോഗൺ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലിങ്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3D വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പ്ലേയുടെ ഡൗൺലോഡ് ലിങ്ക് കാണാം. അതുപോലെ ആപ്പ് സ്റ്റോറിൻ്റെ ഡൗൺലോഡ് ലിങ്കും കാണാവുന്നതാണ്. ഇനി കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഓൺ വിൻഡോസ് എന്നും പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈനപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചുകൊണ്ടും ഇവിടെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പുതിയൊരു ID ഇവിടേക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ളൊരു പാസ്വേഡ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP നമ്പർ ഇവിടേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ വന്നിട്ടുള്ള OTP നമ്പർ ഇവിടേക്ക് ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴും ഈ ഒരു IDയും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു 3D വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് പ്രൊജക്റ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് ഇവിടേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വിൻഡോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതായത് നമുക്കൊരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഈ ഒരു സീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കാറിൽ പോകുന്ന പോർഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സീനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സീൻസ് കാണാവുന്നതാണ്. ഇവിടെ ഫാൻറ്റസി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഇൻറ്റീരിയറൊക്കെ ഒരുപാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡുള്ള ബെഡുകൾ, പിന്നെ റൂമുകൾ, പിന്നെ റിസപ്ഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സീൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഏറ്റവും താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കാറിൻ്റെ സീനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർ ഡ്രൈവിംഗ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു അവിടെ ചൂസ് ചെയ്തിരുന്നത്. അതുപോലെ റെഡ് കാർ പാർക്ക്ഡ് ഉണ്ട്. പിന്നെ റൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാറിൻ്റെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സീനിനകത്തേക്ക് നമ്മൾ ഈ ഒരു കാറിൻ്റെ സീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സീനിനകത്തുള്ള ക്യാമറയുടെ ആ ഒരു ആംഗിളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിനിവിടെ റൈറ്റ് സൈഡിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമറയുടെ ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സ്കിപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്നും പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ നിന്ന് ഈ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് സെലക്ട് ചെയ്യാം. അതായത് ഈ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ ഇവിടെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാറിൻ്റെ ഡ്രൈവിൻ്റെ സൗണ്ടാണ് അവിടെ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാറിൻ്റെ സൗണ്ട് കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ വണ്ടി മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് 2 ആക്ടേഴ്സിനെ കൊണ്ടുവരണം. നമ്മുടെ വീഡിയോയ്ക്കകത്ത് 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ആക്ടർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആക്ടേഴ്സിനെ കാണാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആക്ടറിനെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ആക്ടറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ തൊട്ട് മുകളിൽ ക്രിയേറ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരു പുതിയൊരു വിൻഡോയിലായിട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മെയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പുള്ളിയുടെ ഫേസിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലോ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസിൻ്റെ ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കളർ ടോൺ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ തൊട്ടടുത്തായിട്ട് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹെയറിൻ്റെ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ തൊട്ടടുത്തായിട്ട് ബിയർഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐൻ്റെ കളർ അതുപോലെ തന്നെ ഐബ്രോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ബ്ലൂ ഐ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെക്സ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്പെക്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാസ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടീഷർട്ടിൻ്റെ കളർ അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെ മോഡലൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു ടീഷർട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പാൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ തൊട്ടടുത്തായിട്ട് ഷൂവിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷൂ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഷൂ തന്നെയാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് വോയിസ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള വോയിസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡാർക്കായിട്ടുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വരുത്താവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ റോബിൻ എന്നാണ് ഒരു നെയിം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഡൺ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ ഈ ഒരു കാറിനകത്ത് പ്ലേസ് ആയിട്ടുണ്ട്. ഇയാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോബിൻ എന്ന് പറഞ്ഞ നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പാസഞ്ചർ സീറ്റാണ് സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ ബാക്ക് സീറ്റ് ഉണ്ട്. നമുക്കിവിടെ ഡ്രൈവർ സീറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, ആളിപ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ടർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ആക്ടറെ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ക്രിയേറ്റ് ആക്ടർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്കൊരു ഫീമെയിൽ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ജെൻഡർ ഫീമെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആളുടെ ലുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്താം. നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് ഒരു നെയിം കൂടി കൊടുത്തേക്കാം. റിയ എന്നാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. ഇതിന് ഡണ്ണ് കൊടുക്കാം. അപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു കാറിനകത്തേക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റിയ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ബിഹൈൻഡ് ദ വീലിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് പാസഞ്ചർ ലെഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ആളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 ക്യാരക്ടേഴ്സിനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സീൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിങ്ങൾ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയലോഗ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആക്ടറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ആരാണ് ആദ്യം സംസാരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം സംസാരിക്കുന്ന റോബിനാണ്. അപ്പോൾ ഈ റോബിനെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം.
അതിനുശേഷം എന്താണ് മൂപ്പര് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ നമ്മുടെ ആ ഒരു സ്റ്റോറി വേർഡിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ റോബിനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവാം. ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു മൈക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനെ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു സൗണ്ട് നല്ല രീതിയിൽ നമുക്കൊരു റോബോട്ടിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് തൽക്കാലം ഇത് ചൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇമ്പോർട്ട് വോയിസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഡയലോഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളിവിടെ നിന്ന് അടുത്തായിട്ട് സെലക്ട് ചെയ്യുന്ന റിയേനെയാണ്. ഇനി നമുക്ക് റിയയുടെ ഡയലോഗ് ഇവിടെ പ്ലേസ് ചെയ്യാം. ബ്രോ ഐ ആം വെരി സാഡ് ടുഡേ. ഈ ഒരു ഡയലോഗാണ് നമ്മൾ അവിടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡയലോഗ് കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു നാച്ചുറൽ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ യോജിച്ച എക്സ്പ്രഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഹാപ്പി എക്സ്പ്രഷനാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ റോബിൻ വളരെ ഹാപ്പിയാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഹാപ്പി എക്സ്പ്രഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മുടെ റിയയുടെ എക്സ്പ്രഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. റിയ വളരെ സാഡാണ്. അപ്പോൾ നമുക്ക് സാഡായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാഡ് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, റിയയുടെ ഈ ഒരു ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത് ആ ഒരു സാഡ് എക്സ്പ്രഷനോട് കൂടിയായിരിക്കും അവർ ആ ഡയലോഗ് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ 2 ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് താഴേക്ക് ബാക്കിയുള്ള ഡയലോഗ്സും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും റോബിനെ സെലക്ട് ചെയ്യാം. അടുത്ത ഡയലോഗ് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്കിതിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളുടെ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് റിയേനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡയലോഗിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. റിയയുടെ ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് ആൾ കുറച്ച് സർപ്രൈസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അതിന് പറ്റിയൊരു എക്സ്പ്രഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സർപ്രൈസ്ഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് റിയയുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. റിയ കുറച്ച് സാഡായിട്ടും അതുപോലെ ടയർഡായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അതിന് പറ്റിയൊരു എക്സ്പ്രഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ടയേർഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യോജിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഇവിടുന്ന് ചൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഡയലോഗ് കൊടുക്കാം. അടുത്ത ഡയലോഗ് പറയുന്ന റോബിൻ തന്നെയാണ്. അപ്പോൾ റോബിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയലോഗ് കൊടുക്കേണ്ട ആ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ അല്പം ഒന്ന് സ്പീഡിൽ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് റിയ പറഞ്ഞിരിക്കുന്നത് കാറ് നിർത്താനാണ്, അതായത് വീട് എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു സീനാണ്, അതായത് വീടിൻ്റെ സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സീൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അതായത് കാറിൻ്റെ സീൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പുതിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഹൗസിൻ്റെ ഒരു സീനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു സീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുൻപ് കാറിൻ്റെ സീൻ സെലക്ട് ചെയ്ത പോലെ മറ്റൊരു സീൻ ഇവിടേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഹൗസിൻ്റെ സീനാണ് വേണ്ടത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ സീൻ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറി ഇവിടെ വെച്ചാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എസ്റ്റാബ്ലിഷിംഗ് ഷൂട്ട് തന്നെ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ വീണ്ടും ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യണം. നമുക്ക് റിയേനെയും അതുപോലെ റോബിനെയും ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ റിയേനെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടറിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, റോബിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ആക്ടേഴ്സ് നമ്മൾ ഈ ഒരു ഹൗസിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഓരോരുത്തരുടെയും ഡയലോഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡയലോഗിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഒരു ഡയലോഗ് പറയുന്ന റിയ തന്നെയാണ്. അപ്പോൾ റിയനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയലോഗ് നമുക്ക് കോപ്പി ചെയ്യാം. ആൾ നാച്ചുറലായിട്ട് തന്നെയാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇത് തന്നെ കീപ്പ് ചെയ്യാം. ഇനി അടുത്ത റിയയുടെ ഡയലോഗ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഇവിടുന്ന് ആക്ടറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ താഴെ മറ്റ് 2-3 ഓപ്ഷൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടേക്ക് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആ ഒരു എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുള്ള പോലെ കുറച്ച് പ്രീസെറ്റ് സൗണ്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇവർ കുറച്ച് പ്രീസെറ്റ് ആയിട്ടുള്ള മ്യൂസിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഓൺ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ 2 ഓപ്ഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതായത് ഇതിനെ നമുക്ക് മുകളിലേക്കും അതുപോലെ താഴേക്കും മൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ലാസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് ടെക്സ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു കോൺവെർസേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സീൻസുകൾ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി എങ്ങനെയാണ് ഒരു വീഡിയോ ആക്കി മാറ്റുന്നതെന്നാണ്. ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് എക്സ്പോർട്ട് പ്രൊജക്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റെൻഡർ വീഡിയോ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് റെൻഡർ വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ വീഡിയോയുടെ 4 വ്യത്യസ്തമായിട്ടുള്ള റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. 1080 പിക്സലാണ് ഓൾറെഡി ഇവിടെ സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് 4Kയിലുള്ള വീഡിയോയും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 4K വീഡിയോ നമുക്ക് 7 days ആണ് അവർ ഫ്രീ ആയിട്ട് ട്രയൽ തരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1080 പിക്സലാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം റെൻഡർ വീഡിയോ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു വീഡിയോടൊപ്പം സബ് ടൈറ്റിലോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സബ് ടൈറ്റിലും കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യുന്നില്ല. നമുക്ക് എക്സ്പോർട്ട് വിത്തൗട്ട് സബ് ടൈറ്റിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വീഡിയോ റെൻഡറിങ് ആവുന്നുണ്ട്. നമുക്ക് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ 30 days ആണ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. 30 days കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കൂടുതൽ ഇമെയിൽ അഡ്രസ്സ് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഒരു ഇമെയിൽ അഡ്രസ്സിൽ നമുക്ക് 30 days വെച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡേയ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരു വീഡിയോ ഇപ്പോൾ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫയൽ നെയിം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് സേവ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഡൺ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു 3D വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.